സാക്ഷിയുടെ പ്രേക്ഷകരെ, നമ്മൾ ഇന്നുള്ളത് കുരിയോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേവിയുടെ മഹീരം തിരുനാൾ മഹോത്സവം ഇന്ന് അവസാന ദിവസമാണ്. ഇന്ന് വൈകുന്നേരത്തെ ഘോഷയാത്രയോടുകൂടി ഈ പരിപാടി അവസാനിക്കുകയാണ്. അതായത് ദക്ഷിണ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് കുരിയോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രം. ഭദ്രകാളി ക്ഷേത്രം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇവിടെ ദുർഗയും ഭദ്രയും ഒരു തുല്യ പ്രാധാന്യത്തിൽ കുടികൊള്ളുന്ന ഒരു ക്ഷേത്രമാണ്. പ്രത്യേകിച്ചും ദക്ഷിണ കാളിക ഭാവത്തിൽ ഭദ്രകാളിയും മഹിഷാസുര മർദിനി ഭാവത്തിൽ ദുർഗയും കുടികൊള്ളുന്ന ഏക ക്ഷേത്രമാണ് കുരിയോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതൊരു കാവ് പ്രദേശമായിരുന്നു. ഇവിടെ കപ്പളിങ്ങാട് കാവ്, ബൊവ്വാക്കാവ്, അതുപോലെ കള്ളിക്കാട് കാവ് എന്നൊക്കെയാണ് ഇവിടെ അറിയപ്പെട്ടിരുന്നത്. ഒരു 55 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ദേവി ചൈതന്യത്തെക്കുറിച്ച് അറിയുന്നതും ഇവിടെ അതിനൊരു ക്ഷേത്രമായിട്ട് രൂപാന്തരപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നതും അതിനുശേഷം പലരുടെയും പരിശ്രമഫലമായിട്ടാണ് ഇന്ന് ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ ക്ഷേത്രം തന്നെ പല പ്രാവശ്യം ഇടിച്ച് പൊളിച്ച് പണിയേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. കാരണം ഇവിടെ രണ്ട് ദേവിമാർക്ക് തുല്യ പ്രാധാന്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ ഒരു രണ്ട് ക്ഷേത്രം തുല്യതയായിട്ട് പണിയേണ്ടി വന്നത്. അപ്പോൾ ഏകദേശം ഒരു 3 പ്രാവശ്യമെങ്കിലും ഭദ്രകാളി ക്ഷേത്രം ഇടിച്ച് പൊളിച്ച് പണിഞ്ഞ് പിന്നെ ഇപ്പൊ തുല്യതയായിട്ട് നിൽക്കുന്ന ഒരു ഇതിലാണ് നിൽക്കുന്നത്, രണ്ട് ദേവിമാർക്കും തുല്യ ഭാവത്തിൽ. ഇന്ന് കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും ഈ ക്ഷേത്രത്തിലേക്ക് ധാരാളം ഭക്തർ എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമായിട്ട് ഉള്ളത്. ഈ സ്ഥലമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചടയമംഗലം, അതായത് കൊല്ലം ജില്ലയിലെ ചടയമംഗലം പഞ്ചായത്തിൽ ജടായു ടൂറിസത്തിനടുത്തായിട്ട് കുരിയോട് എന്ന് പറയുന്ന പ്രദേശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുരിയോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും സാക്ഷി ടിവിക്ക് വേണ്ടി രത്നകുമാറിനൊപ്പം വിജയൻപിള്ള, കുരിയോട്.